അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മൂന്നാമത്തെ ചാപ്റ്ററാണ്, അതായത് പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷനിൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾ, അതായത് എങ്ങനെയാണ് ഒരു വ്യക്തി എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആലോചിക്കുന്നത്, അതായത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതായത് ജോലിയിൽ, തൻ്റെ സ്വന്തം ജോലിയിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചിട്ട് നോക്കലാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പേഴ്സണാലിറ്റിയിൽ നമുക്ക് നോക്കാനുള്ളത്, അതായത് പേഴ്സണാലിറ്റി മൂന്ന് രീതിയിൽ അത് വിഭജിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തേതാണ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാർ, അതായത് സ്വന്തം മാതാപിതാക്കളുടെ അല്ലെങ്കിൽ പേരൻസിൻ്റെ ട്രെയ്റ്റ്സുകൾ ഉണ്ടാവല്. പിന്നെ എൻവിറോൺമെൻറ്റ്, അതായത് പേഴ്സണാലിറ്റിയിൽ എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫാമിലി അല്ലെങ്കിൽ കൾച്ചർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഇതാണ് പേഴ്സണാലിറ്റിയിൽ എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ മൂന്നാമത്തതാണ് സിറ്റുവേഷൻ, അതായത് എങ്ങനത്തെ പ്ലേസ് അല്ലെങ്കിൽ എങ്ങനത്തെ ടൈമിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, ഇതിനെ നോക്കലാണ്, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുക, ഈ സിറ്റുവേഷൻ മനസ്സിലാക്കലാണ് പേഴ്സണാലിറ്റി. അപ്പോൾ പേഴ്സണാലിറ്റിയാണ് മെയിൻ ഫോക്കസ്, അതായത് ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ പേഴ്സണാലിറ്റിയാണ് മെയിൻ. അപ്പോൾ പിന്നെ ഈ പേഴ്സണാലിറ്റി എങ്ങനെയാണ് നമ്മളൊരു ജോലിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്കിൽ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് അത് പറയാനുള്ളത് കമ്മ്യൂണിക്കേറ്റ്, അത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഞങ്ങളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഒരു സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യുക, ഈ അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു ടീമിൽ എങ്ങനെയാണ് ടീം വർക്കായിട്ട് എങ്ങനെ നമ്മൾ ചെയ്യും, അത് മനസ്സിലാക്കാൻ നമുക്ക് പേഴ്സണാലിറ്റി നോക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഭാഗം ഈ ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നേച്ചർ പേഴ്സണാലിറ്റി ടൈപ്സ്. അതായത് പേഴ്സണാലിറ്റിയിൽ കുറേ ടൈപ്സ് ഉണ്ട്, അത് പേഴ്സണാലിറ്റി കുറേ മോഡൽസ് ഉണ്ട്. ഒരു ഓർഗനൈസേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നമ്മൾ നയിക്കുമ്പോൾ കുറേ പേഴ്സണാലിറ്റി മോഡൽസ് ഉണ്ട്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കുമ്പോൾ MBTI എന്നൊരു മോഡലാണ്. അതായത് ഇതിൽ നമുക്ക് ആളുകളെ രണ്ട് ടൈപ്പിൽ നമുക്ക് വിഭജിക്കാൻ സാധിക്കും. ഒന്നാമത്തത് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്. പിന്നെ രണ്ടാമത്തത് ആളുകളുടെ തിങ്കിങ് അല്ലെങ്കിൽ ഫീലിങ്ങിനെ നമുക്ക് മനസ്സിലാക്കൽ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഒരു മോഡലാണ് ബിഗ് 5 പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്. അതായത് പേഴ്സണാലിറ്റിയിൽ ഒരു 5 ടൈപ്സ് ഉണ്ട്, 5 മെയിൻ ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിന് നോക്കാൽ. അപ്പോൾ ഒന്നാമത്തെ ഓപ്പൺനെസ്, അതായത് ഓപ്പൺനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഇതെല്ലാം ഉണ്ടാവലാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ടൈപ്സാണ് കോൺസൈറ്റ്നെസ്, അതായത് ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഇതെല്ലാം നോക്കാനാണ് കോൺസൈറ്റ്നെസ്. പിന്നെ മൂന്നാമത്തതാണ് എക്സ്ട്രോവേർഷൻ, അതായത് സോഷ്യൽ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കൽ അല്ലെങ്കിൽ എങ്ങനെയാണ് സൊസൈറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറൽ, ഇതെല്ലാം മനസ്സിലാക്കലാണ്. പിന്നെ മൂന്നാമത്തത് അഗ്രിയബിൾനെസ്, അതായത് എങ്ങനെയാണ് ഞങ്ങൾ ആൾക്കാരുടെ കോപ്പറേറ്റ് ചെയ്യൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ ഒരു കൈൻഡ്നെസ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നോക്കൽ, ഇതിനെല്ലാം നോക്കലാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറൽ, ഇതെല്ലാം മനസ്സിലാക്കലാണ് അഗ്രിയബിൾനെസ്. അതായത് അഞ്ചാമത്തെ പിന്നെ നോക്കുമ്പോൾ ന്യൂറോട്ടിസം, ഇതിന് നമുക്ക് സ്ട്രെസ്സ് പിന്നെ എമോഷണൽ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഇതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കൽ. പിന്നെ മൂന്നാമത്തെ ഒരു മോഡലാണ് ഡാർക്ക് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്. അതായത് ഇതിൽ നമുക്ക് മാനിപ്പുലേഷൻ, പിന്നെ ഈഗോ, പിന്നെ ലാക്ക് ഓഫ് എംപത്തി, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പറയാനുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് അറ്റ് വർക്ക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് സെൽഫ് കോൺഫിഡൻസ്, പിന്നെ സെൽഫ് മോണിറ്ററിങ്, പിന്നെ പ്രോ ആക്റ്റീവ് പേഴ്സണാലിറ്റി. ഇങ്ങനെ 3 ട്രൈറ്റ്സ് ആയിട്ട് നമുക്ക് നമ്മൾ സക്സസ്സിനെ നമുക്ക് നോക്കാൻ സാധിക്കും. പിന്നെ നാലാമത്തെ ഒരു സെക്ഷനാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് പേഴ്സൺ ജോബ് ഫിറ്റ് ആൻഡ് പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റ്. ഇത് നോക്കും പേഴ്സണാലിറ്റി നമുക്ക് എങ്ങനെയാണ് ജോബ് എങ്ങനെയാണ് ഫിറ്റ്,
അല്ലെങ്കിൽ ഒരാളുടെ ജോബ് എങ്ങനെയാണ് സെറ്റാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓൻ്റെ ജോബ് ഓൻ്റെ ഹാബിറ്റിൽ സെറ്റാവുക, ഇതെല്ലാം നോക്കലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാവും ഒരു സ്വന്തം ജോലിയിൽ അല്ലെങ്കിൽ സ്വന്തം ജോബിൽ ഒരു ഒരു ഫീലാക്കിയിട്ട് അത് വർക്ക് ചെയ്യും. അപ്പോൾ അത് അവർക്ക് നല്ലൊരു ജോബായിട്ട് അവർക്ക് മാറാൻ സാധിക്കും. പിന്നെ ഒരു വർക്കിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും. അങ്ങനെയും അവരുടെ വർക്കിനെ അവർക്ക് നോക്കാൻ സാധിക്കും. പിന്നെ കുറച്ച് ആൾക്കാർ ടീച്ചിങ് അല്ലെങ്കിൽ ജോബിൽ ഹെൽപ്പ് ചെയ്യൽ, ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് അവർക്ക് ഓരോ പേഴ്സണാലിറ്റി. അപ്പോൾ അതാണ് ഒരു ജോബ്. അപ്പോൾ അവർക്ക് അങ്ങനെയാണ് ജോബ് ഓരോ ഫിറ്റാവല്. പിന്നെ പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റ് അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവൻ്റെ വാല്യൂസ് അവൻ്റെ കമ്പനി വാല്യൂവിലേക്ക് എങ്ങനെയാണ്, സ്വന്തം വാല്യൂ അവൻ്റെ കമ്പനി വാല്യൂവിലേക്ക് എങ്ങനെയാണ് ഫിറ്റാവൽ, എങ്ങനെയാണ് മാച്ച് ആവൽ, ഇത് നോക്കലാണ്. പിന്നെ അഞ്ചാമത്തെ ഒരു സെക്ഷനാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്, വാല്യൂസ് ആൻഡ് എബിലിറ്റി. അപ്പോൾ നമുക്ക് ഏട് ചർച്ച ചെയ്യാനുള്ളത് അത് പേഴ്സണാലിറ്റി മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എബിലിറ്റി അല്ലെങ്കിൽ വാല്യൂസും നമുക്ക് നോക്കാം. ഓരോ വ്യക്തിയുടെ എബിലിറ്റി അല്ലെങ്കിൽ വാല്യൂസും നമുക്ക് നോക്കേണ്ടി വരും. വാല്യൂസാണ് അങ്ങനെ അവൻ്റെ ബിഹേവിയർ, അവൻ്റെ സ്വഭാവത്തെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യൽ, അതാണ് അവൻ്റെ വാല്യൂ. പിന്നെ കുറച്ച് ആൾക്കാർ മണിയാണ് വാല്യൂ ചെയ്യൽ. അപ്പോൾ കുറച്ച് ആൾക്കാർ ഫ്രീഡമാണ് വാല്യൂ ചെയ്യൽ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ റെസ്പെക്റ്റാണ് വാല്യൂ ചെയ്യൽ. അങ്ങനെയാണ് അവൻ്റെ ജോബ് ഫിറ്റാവൽ. പിന്നെ പറയുന്നത് എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതാണ് എബിലിറ്റി. അപ്പോൾ നോക്കുമ്പോൾ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ആണ് ഓരോ എബിലിറ്റി. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മറ്റൊരു എബിലിറ്റിയാണ്. പിന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്റ്റാമിന മറ്റൊരു എബിലിറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തത് നിങ്ങളുടെ ജോബ് നല്ലൊരു ബെറ്റർ ജോബ് ചൂസ് ചെയ്യാൻ ബെറ്റർ പേഴ്സണാലിറ്റിയാണ് ആവശ്യം. പിന്നെ ബെറ്റർ ടീംസിനാണ് ആവശ്യം. പിന്നെ ഇങ്ങനെയാണ് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അതിന് ഫ്യൂച്ചറിനെ നല്ല നിലക്ക് നോക്കാൻ പറ്റുന്നത്. അപ്പോൾ വേറൊരു ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.